ഇപ്പോൾ ഡൽഹിയിൽ നിന്ന് ഞെട്ടിക്കുന്നൊരു വാർത്ത വരുന്നു. രാജ്യതലസ്ഥാനത്ത് വീണ്ടും ക്രൂരത. ദില്ലിയിൽ യുവതിയെ കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കി. ഓടുന്ന വാഹനത്തിൽ നിന്ന് യുവതിയെ പുറത്തേക്കെറിഞ്ഞു. രണ്ടുപേർ ചേർന്നാണ് യുവതിയെ ആക്രമിച്ചതെന്നറിയുന്നു. ദില്ലി ഹരിയാന അതിർത്തിയിലെ ഫരീദാബാദിലാണ് അതിക്രമം. പി ആർ സുനിലൂടെ കൂടുതൽ വിവരങ്ങളുമായി. പി ആർ സുനിൽ, നിർഭയയ്ക്ക് ശേഷം വീണ്ടും ഞെട്ടിക്കുന്ന മറ്റൊരു വാർത്ത കൂടി. എപ്പോഴാണ് ഈ സംഭവം നടന്നത്? പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ഈ പെൺകുട്ടിയുടെ നില എങ്ങനെയാണ്? അരുൺ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ 2012 ദില്ലി കൂട്ടബലാത്സംഗത്തിന് സമാനമായ രീതിയിലൊരു ആക്രമണമാണ് ഇപ്പോൾ ദില്ലി അതിർത്തിയിലെ ഫരീദാബാദിൽ ഉണ്ടായിരിക്കുന്നത്. ഹരിയാനയിലാണ് ഈ ഫരീദാബാദിൽ ഇന്നലെ രാത്രിയാണ് 25 വയസ്സുകാരിയായ യുവതിയെ വാഹനത്തിൽ തട്ടിക്കൊണ്ടുപോവുകയും പിന്നീട് ക്രൂരമായി ബലാത്സംഗത്തിന് ഇരയാക്കുകയും ചെയ്തത്. രണ്ടുപേർ ചേർന്നാണ് ഈ ഒരു യുവതിയെ ആക്രമിച്ചിരിക്കുന്നത്. പിന്നീട് ഇവരെ ഓടിക്കൊണ്ടിരുന്ന വാഹനത്തിൽ നിന്ന് പുറത്തേക്കെറിയുകയും ചെയ്തു. ഗുരുതരമായി പരിക്കേറ്റ യുവതി ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇവർ ഒരു സുഹൃത്തിന്റെ വീട്ടിൽ പോയി മടങ്ങുന്ന വഴിക്ക് ബസ് കാത്ത് നിൽക്കുന്നതിനിടയിൽ ഇവർ വാഹനത്തിൽ വന്ന് ഇവരെ കയറ്റിക്കൊണ്ട് പോവുകയായിരുന്നു. പിന്നീട് ആളില്ലാത്ത സ്ഥലത്ത് വാഹനം പാർക്ക് ചെയ്ത ശേഷം ഇവരെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തു എന്നാണ് ഇപ്പോൾ ഫരീദാബാദ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും പോലീസ് ഇപ്പോൾ രണ്ടുപേരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഈ പരിക്കേറ്റ യുവതിയുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ആശുപത്രി വൃത്തങ്ങൾ അറിയിക്കുന്നുണ്ട്. എന്തായാലും ഇവർ സ്വകാര്യ ആശുപത്രിയിലാണ് ചികിത്സയിൽ കഴിയുന്നത്. ഇവരുടെ മൊഴി രേഖപ്പെടുത്താനായിട്ടില്ല എന്ന് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും ഈ സംഭവം ഞെട്ടിക്കുന്നത് തന്നെയാണ്. അരുൺ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2012 ദില്ലി കൂട്ടബലാത്സംഗ സംഭവത്തെ ഓർമ്മപ്പെടുത്തുന്ന തരത്തിലുള്ള വലിയ ആക്രമണം തന്നെയാണ് ഫരീദാബാദിൽ ഉണ്ടായിരിക്കുന്നത്. ദില്ലിക്ക് സമീപത്തുള്ള പ്രദേശമാണ് ഫരീദാബാദ്. വലിയ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ തന്നെയുള്ള പ്രദേശം കൂടിയാണ് ഈ ഫരീദാബാദും. എല്ലാ സമയത്തും പോലീസിന്റെയൊക്കെ പട്രോളിംഗ് ഒക്കെ നടക്കുന്ന പ്രദേശമാണ്. എന്നിട്ട് പോലും ഈ രീതിയിലുള്ള അക്രമ സംഭവങ്ങൾ ആവർത്തിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് ദില്ലിയിലായാലും ദില്ലിയിലെ അതിർത്തി പ്രദേശങ്ങളിലായാലും ഉണ്ടാകുന്നത്. ഈ പ്രതികളെ കുറിച്ച് എന്തെങ്കിലും സൂചനകൾ ഉണ്ടോ? പി ആർ സുനിൽ, CCTV ദൃശ്യങ്ങളോ മറ്റോ നിരീക്ഷിച്ചു തുടങ്ങിയിട്ടുണ്ടോ പോലീസ്? അരുൺ, ഇപ്പോൾ പോലീസ് നൽകുന്ന സൂചനയനുസരിച്ച് രണ്ടുപേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് എന്നതാണ്. അപ്പോൾ ഇവർ തന്നെയാണോ ഈ പ്രതികൾ എന്ന കാര്യം വ്യക്തമല്ല. പക്ഷേ പോലീസ് നൽകുന്ന വിവരം, ഫരീദാബാദ് പോലീസ് നൽകുന്ന വിവരം അനുസരിച്ച് രണ്ടുപേരെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. രണ്ടുപേർ ചേർന്നാണ് ഈ ഒരു യുവതിയെ ബലാത്സംഗത്തിന് ഇരയാക്കിയത്. അപ്പോൾ അവർ തന്നെയാണോ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത് എന്ന കാര്യം വ്യക്തമല്ല. ഏതായാലും രണ്ടുപേർ പോലീസ് കസ്റ്റഡിയിലുണ്ട് ഇപ്പോൾ. ഓക്കെ, താങ്ക് യു. പി ആർ സുനിലാണ് ഡൽഹിയിൽ നിന്നും ആ ഞെട്ടിക്കുന്ന വാർത്ത പ്രേക്ഷകരുമായി ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. 2025 അണഞ്ഞു പോകുമ്പോഴും കെട്ട വാർത്തയാണ് അല്ലേ നമ്മളിപ്പോൾ കേട്ടത്. ദില്ലിയിൽ പ്രത്യേകിച്ച് ഇത്രയും ഒരു ഫരീദാബാദ് പോലെ ഒരു ഹരിയാനയിലെ നഗരത്തിൽ വെച്ച് ഓടുന്ന വണ്ടിയിൽ ഒരു പെൺകുട്ടി വീണ്ടും ആക്രമിക്കപ്പെടുക, എന്നിട്ട് ആ പെൺകുട്ടിയെ കാറിൽ നിന്ന് പുറത്തേക്കെറിയുക എന്ന് പറയുമ്പോൾ ആലോചിച്ച് നോക്കൂ, ഒന്നും മാറിയിട്ടില്ല എന്നുള്ളതാണ്.